പഴുത്തതാം മാമ്പഴം വീണ് കണ്ടു നീ, കണ്ണിമാങ്ങ പതുക്കെ പറയുന്നുവോ പഴുക്കാൻ കാലമുണ്ടിനി എത്രയും. പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമ്മുടെ ചിന്താ ഡ്യൂട്ടി ഫ്രീ ചാനലിലോട്ട് ഒത്തിരി സ്വാഗതം, സ്നേഹത്തോടെ. ഒരു കവിയുടെ വരിയാണ് പറഞ്ഞത്, നമ്മൾ മാമ്പഴമായാലും ഇലകളായാലും ഇലച്ചെടികളായാലും പഴുത്ത ഇലകൾ ഇങ്ങനെ വീയും, എന്നാലേ മേലെ തളിർത്ത് വരുന്ന ഇളം തളിരിന് നിൽക്കാൻ ഇടമുണ്ടാവുകയുള്ളൂ. പ്രകൃതി അങ്ങനെയാണ്, മനുഷ്യനും അങ്ങനെയാണ്. പ്രായമായവർ പോയാലേ ഭൂമിയിലും വീട്ടിലും ഇടമുണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് പ്രകൃതിയുടെ വിരുത്. പഴുത്തതാ മാമ്പഴം വീണ്. അപ്പോൾ ഞാനിന്ന് പറയുന്നൊരു വിഷയം, അപ്പോൾ നമ്മൾ ഈ ചെറിയ കൊച്ചുങ്ങൾ, അപ്പോൾ പുതുതലമുറ ഇങ്ങനെ വരുമ്പോൾ ചെറിയ കൊച്ചായാൽ കൊച്ച് ജനിക്കുന്നു, കൈ ചുരുട്ടി കൊണ്ടുവരുന്നു, മലർന്ന് കുറേ കാലം കിടക്കുന്നു, ശരിയാനും അറിയാനും വയ്യാതെ. ക്രമേണ പ്രകൃതിയുടെ ഓട്ടോമാറ്റിക്കലായിട്ട് കുട്ടി കമയാനും പിന്നെത്തിരി കഴിഞ്ഞാൽ മുട്ടുകുത്താനും, ഇങ്ങനെയൊക്കെ ഒരു പ്രകൃതിയുടെ പ്രതിഭാസം അങ്ങനെയാണ്. ആരും പഠിപ്പിക്കാതെ കൈകൊണ്ട് പിടിക്കാനും ചെരുപ്പിടാനും ഒക്കെ പഠിപ്പിക്കുന്നു. ഞാനൊരു വീഡിയോ കണ്ടു, അത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാമെന്നുണ്ട്. നമ്മുടെ ഈ മനുഷ്യക്കുഞ്ഞിൻ്റെ അതിൻ്റെ വാർപ്പ് നടക്കുന്ന നമ്മൾ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഷോർട്ടായാലും കമ്മിയായാലും, ഒരു വിരൽ കമ്മിയായാലും, ഒരു കൈപ്പത്തി കമ്മിയായാലും, ഒരു കാല് കമ്മിയായാലും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര കൃത്രിമ, എത്ര ക്യാഷ് കൊടുത്ത് വെച്ചാലും നാച്ചുറൽ ആവില്ല. അതിൻ്റെ ആ കുറവ് തന്നെയാണ്. ഞാനൊരു വീഡിയോ കണ്ടു, ഒരു കൊച്ചുകുട്ടിയെ, കുട്ടിയുടെ ഉപ്പ രണ്ട് കൈയില്ലാത്ത കുട്ടിയെ പേപ്പർ പിടിക്കാൻ പഠിപ്പിക്കുന്നവരുണ്ട്. കൈയില്ല, പക്ഷെ പേപ്പർ പിടിക്കാൻ പഠിപ്പിക്കുന്നവരുണ്ട്. ഒന്നുമില്ല, നമ്മുടെ ചിന്താ ചാനലിലൂടെ നമ്മുടെ ബോഡി തന്നെ ചിന്തിക്കാനൊരു ചെറിയൊരു ഉണർത്ത്. ഓക്കെ, ഗുഡ് ബൈ. ഇനി കണ്ടു.